നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നാളെ ഒരുപക്ഷെ വയനാടിന്റെ തന്നെ അഭിമാനമാകാൻ പോകുന്ന ഒരാളെയാണ്. ദിസ് ഇസ് ജാഫർ ഫ്രം ഡോട്ട് വ്യൂ. ഒരു 9ാം ക്ലാസ്സുകാരി എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അത് എന്താന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അസ്മിൻ ഒരു വയനാട്ടുകാരിയാണ്. പ്രത്യേകിച്ച് വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന മേപ്പാടി എന്ന പ്രദേശത്താണ് അസ്മിൻ താമസിക്കുന്നത്. ഉപ്പ, ഉമ്മ, അനുജത്തി, ജ്യേഷ്ഠത്തി തുടങ്ങിയ ചെറിയൊരു കുടുംബമാണ് ഇവരുടേത്. ഇവള് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പാട്ട് പാടാനാണ്. ആ പാട്ടുകളോട് തന്നെയാണ് ഇവൾക്ക് ഏറ്റവും കൂടുതൽ പ്രണയം. ഈ മിടുക്കിയെ പ്രതീക്ഷിച്ച് എന്തോ വലിയൊരു നേട്ടം കാത്തിരിപ്പുണ്ട്. അതെന്തായാലും ഉറപ്പാണ്. ഞാൻ ഇവളുടെ ഈ പാട്ട് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് എന്തായാലും മനസ്സിലാവും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കഴിവുള്ള ആളുകളുണ്ട്, ഒരുപാട് പ്രശംസ അർഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അർഹിക്കുന്ന ആളുകളിലേക്ക് ഒന്നും തന്നെ എത്തിപ്പെടുന്നില്ല എന്നതാണ് സത്യം. ബാക്കി ഇനി എന്തായാലും അവൾ തന്നെ പറയട്ടെ, നമുക്ക് കേൾക്കാം. എൻ്റെ പേര് അസ്മിന. ഞാൻ മേപ്പാടി, വയനാട്ടിൽ മേപ്പാടി കടൂർ എന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. പിന്നെ ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മേപ്പാടി സെൻറ്റ് ജോസഫ് ഗേൾസ് ഹൈസ്കൂളിലാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഉമ്മ, ഉപ്പ, ഒരു താത്തയുണ്ട്, പിന്നെ വല്യമ്മച്ചി, ഇവരേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വീട്ടിലെല്ലാവരും എൻ്റെ പാട്ടിന് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഫ്രണ്ട്സും ടീച്ചേഴ്സും എല്ലാം നല്ല കട്ട സപ്പോർട്ടാണ്. ഭയങ്കര താല്പര്യമാണ്. ഞാൻ LP സ്കൂൾ മുതലേ പാട്ടൊക്കെ പാടുമായിരുന്നു. ഞാൻ വീട്ടിലൊക്കെ നിന്നിട്ട് നന്നായി പ്രാക്ടീസൊക്കെ ചെയ്യലുണ്ട് പാട്ടൊക്കെ. എനിക്കിഷ്ടം യൂട്യൂബിൽ കണ്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ ഞാൻ നന്നായി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് രസം തോന്നുന്നൊരു പാട്ടൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. ഞാൻ ദുഃഖത്താൽ നീറുമെൻ കൽബകം കേഴുമ്പോൾ ദീനദയാലോ നീ രക്ഷിക്കല്ല. ദുഃഖത്താൽ നീറുമെൻ കൽബകം കേഴുമ്പോൾ ദീനദയാലോ നീ രക്ഷിക്കല്ല. ഇന്നും തണലേകി എന്നെ തുണച്ചിടേണേ, എൻ്റെ പാപങ്ങൾ എല്ലാം പുറത്തിടേണേ. ഞാൻ സംഗീതം പഠിച്ചുകൊണ്ടിരുന്നത് കൽപ്പറ്റ റോസ് ആൻഡ് സീസത്താണ്. അവിടെ സംഗീത കലാക്ഷേത്രയിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒരു 1.5 വർഷമേ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ വീട്ടിലെ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം പിന്നെ പഠിക്കാൻ പോയിട്ടില്ലായിരുന്നു. ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ കണ്ട് പഠിക്കുന്നത് ശ്രേയാ ഘോഷാലിൻ്റെ പാട്ടാണ്. കൂടുതലായും പഠിക്കുന്നത് ശ്രേയാ ഘോഷാലിൻ്റെ ആണ്. അതുപോലെ തന്നെ ഞാൻ ചിത്ര ചേച്ചിയുടെയും പഠിക്കാറുണ്ട്. രാജംസമേ അതൊക്കെ ഞാൻ ചിത്ര ചേച്ചിയുടെ നോക്കിയിട്ടാണ് പഠിക്കാറൊക്കെ ഉള്ളത്. ആലം നീറഞ്ഞുള്ള റഹ്മാനേ നീ എന്നെ അല്ലലില്ലാതെന്നും കാത്തിടേണേ, നിന്റെ അലിവിൻ്റെ തീരത്തണച്ചിടേണേ. ഞാൻ ചെറുതായി പാടുന്നൊക്കെ അറിഞ്ഞതുകൊണ്ട് ആയിരിക്കും ഡോട്ട് വ്യൂ ചാനൽ എന്നെ തേടി പിടിച്ച് വന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ജാഫർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പാട്ടൊക്കെ കേട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പഠിച്ചത് സഹായിക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് നല്ല ചാൻസ് കിട്ടിയാണ് ഞാൻ അത് ഫോളോ ചെയ്ത് പോകും. അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന സപ്പോർട്ട് എൻ്റെ കൂടെ വേണം. ഇത്തരത്തിലുള്ള വലിയ കഴിവുകളെ ഇല്ലാതാക്കുന്നത് ചെറിയ ചെറിയ തടസ്സങ്ങളായിരിക്കും. ആ തടസ്സങ്ങളെ നീക്കിക്കൊടുക്കാൻ ഒരുപക്ഷെ നമ്മളെപ്പോലുള്ളവർക്ക് കഴിയും. നിങ്ങൾ അറിയുന്ന എല്ലാവർക്കും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് അസ്മിനയെ പോലുള്ള കുട്ടികൾക്ക് കിട്ടുന്ന വലിയ ഒരു പ്രചോദനമായിരിക്കും. അസ്മിനയ്ക്ക് നമ്മുടെ മനസ്സുകളിൽ മാത്രമല്ല, ഈ കേരളത്തിൽ ഒട്ടാകെയുള്ള മനസ്സുകളിൽ ഇടം നേടാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ടുള്ള യാത്ര ഏറ്റവും സൂപ്പറാക്കുന്നത്. വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് വരാം. ദിസ് ഇസ് ജാഫർ ഫ്രം ഡോട്ട് വ്യൂ. ആലം നീറഞ്ഞുള്ള റഹ്മാനേ